ഇന്ന് ഹലോ റേഡിയോയിൽ നാം പരിചയപ്പെടുന്നത് ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ചിലപ്പോൾ സംസാരത്തിലൊക്കെ അദ്ദേഹം വളരെ കുറവായിരിക്കും, എങ്കിലും അദ്ദേഹത്തിൻ്റെ കലാപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് അനുഭവഭേദ്യമാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പുല്ലാങ്കുഴൽ വാദകനും ഒപ്പം തന്നെ ഗായകനും ഒക്കെയായ ഒരു പ്രൊഫഷണൽ അല്ലാത്ത എന്നാൽ പ്രൊഫഷണൽ ആകേണ്ട ഒരു കലാകാരൻ നമുക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുകയാണ് രമേഷിനെ ഹൃദയപൂർവ്വം ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ രമേഷ് അധികം സംസാരിക്കില്ല എന്ന് എന്നോട് മുഖവരയായി തന്നെ പറഞ്ഞു. പക്ഷേ സംസാരിക്കേണ്ട കാര്യങ്ങൾ പറയാണ്ട് പറ്റില്ലല്ലോ, വീട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതല്ലേ. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കലാരംഗത്ത് ഇപ്പോൾ ഒരു പുല്ലാങ്കുഴൽ വാദകനാണോ ഒരു ഗായകനാണോ, എന്താണ് ഏറ്റവും ഇഷ്ടം ഇതിൽ? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പുല്ലാങ്കുഴൽ വായിക്കാനും ഇഷ്ടമാണ്, പാട്ട് പാടാനും ഇഷ്ടമാണ്. അപ്പോൾ എന്നാലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഏതായിരിക്കും? പുല്ലാങ്കുഴൽ തന്നെയാണ്. എന്താണ് പാട്ടിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് സംവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പുല്ലാങ്കുഴലിലൂടെ? ചിലരങ്ങനെയാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പുല്ലാങ്കുഴൽ വാദകന്മാരും പാട്ടുകാരുമായിട്ടുള്ളവർ. പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടം പുല്ലാങ്കുഴലിനോടാണ് എന്ന് തോന്നിപ്പോകും അല്ലേ? ശരിയാണ്. എനിക്ക് എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ എപ്പോഴും അനുഭവപ്പെടാറുണ്ട്, ബുദ്ധിമുട്ടുകൾ. പാട്ട് പാടുമ്പോൾ ശബ്ദം കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില സമയത്ത് നല്ല ശബ്ദം കിട്ടും, ചില സമയത്ത് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പുല്ലാങ്കുഴലിന് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇല്ല, അത് നമ്മളുടെ ഇഷ്ടങ്ങളാണ് ശരിക്കും. അത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഒരുപോലെ നിൽക്കും അല്ലേ? പാട്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ തൊണ്ടേനെ ശ്രദ്ധിക്കണം, മഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ പോകും, ശബ്ദം പോകും. ഏത് ജോലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മരപ്പണിയാണ്. ഒരു കാർപ്പൻ്ററാണ്. ശരിക്കും പറഞ്ഞാൽ കാർപ്പൻ്റർ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ആളുകളല്ലേ ശരിക്കും. നമ്മൾ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആളുകളിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കുറെ കലാകാരന്മാർ ഒരുപാട് പേരുണ്ടല്ലേ ശരിക്കും. ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണോ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെടാറ് ശരിക്കും? ഇല്ല, ജോലി മൂളിപ്പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മൂളിപ്പാട്ട് അപൂർവമായിട്ടൊക്കെ പാടുള്ളൂ, ജോലി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പാടുള്ളൂ. അതെ, തികച്ചും പ്രൊഫഷണൽ ആവാനാണോ ഇഷ്ടം ഇപ്പം ശരിക്കും പറഞ്ഞാൽ? ആഗ്രഹമുണ്ട്, പ്രൊഫഷണൽ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തോ കൊണ്ട് സാധിക്കുന്നില്ല. അതെന്താണെങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ പതുങ്ങിയിരിക്കുന്ന ആളുകളിൽ പെടുന്ന ഒരാളാണ് ശരിക്കും അല്ലേ? അതെ, നമുക്ക് വർക്ക് കഴിഞ്ഞ് ഒഴിവുള്ള സമയത്തമാണ് ഇതിനു വേണ്ടി ശ്രമിക്കണല്ലോ. ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പാട്ടുകളോടൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? പിന്നെ പാട്ടുകൾക്ക് അപ്പോൾ ഏതുതരം പാട്ടുകളാണ് കൂടുതലും പാടാറ്? സെമി ക്ലാസിക്കലും പിന്നെ അത്യാവശ്യം മെലഡി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളോട് ശ്രോതാക്കൾ പെട്ടെന്ന് നിങ്ങളോടിപ്പോൾ ഒരു സ്റ്റേജിൽ ഇരുന്ന് പറയാണ് പെട്ടെന്നൊരു പാട്ട് പാടണം, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനം പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഒരു 4 വരി നമുക്ക് പാടാൻ കഴിയും? എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. മെലഡിയിലാണെങ്കിൽ അനുരാഗിണി അങ്ങനെയുള്ള പാട്ടൊക്കെ. ജോൺസൺ മാഷിന്റെ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് 4 വരി പാടിയാലോ? ശ്രമിച്ചോക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വിവാഹിതനാണോ? അതെ. പ്രണയമായിരുന്നോ? അങ്ങനെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പ്രണയം കൊണ്ടു നടക്കുന്ന ഒരാളാണല്ലേ മനസ്സിൽ? അതെ. മനസ്സിലെപ്പോഴും അങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്? വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ്. വൈഫും കുട്ടികളൊക്കെ സപ്പോർട്ടാണ്. വൈഫ് പാടുന്ന ആളാണോ? വൈഫ് പാടുന്നില്ല, പാടില്ല, പാട്ട് ആസ്വദിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? വീട്ടില് വേറെ ആരൊക്കെയുള്ളത്? അച്ഛനമ്മയൊക്കെ ഉണ്ടോ? അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്. അമ്മ അത്യാവശ്യം പാടുന്ന ആളാണ്. അച്ഛൻ പാടിയിരുന്നോ?
അച്ഛൻ നല്ല ആസ്വാദകനാണ്. ശരിക്കും നിങ്ങളൊരു കുടുംബ സദസ്സുകളെ കൂടുമ്പോൾ അങ്ങനെ പാട്ടുകളും കേട്ട് മുന്നോട്ട് പോകാറുണ്ട്? ഞങ്ങൾക്ക് സ്ഥിരം ഒരു കുടുംബ സദസ്സുണ്ട്, എല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ പാട്ട് സ്ഥിരമാണ്. വീട്ടിൽ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. പാട്ടില്ലാത്തൊരു പരിപാടി ഇല്ല. അതെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുടുംബ സദസ്സുകളിലൊക്കെ വേറെ ചില കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു പരിപാടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും ഒരു കുടുംബ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സന്തോഷവാന്മാരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ? അപ്പൊ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും മനസ്സിലല്ലേ? അപ്പൊ കുട്ടികൾ എങ്ങനെയാണ്? മക്കളൊക്കെ അങ്ങനെ പാടുന്ന ആളുകളാണ്? മക്കളെ ഒരാള് 1ാം ക്ലാസ്സിൽ പഠിക്കണേ, ഒരാള് 9ാം ക്ലാസ്സിലാണ്. രണ്ടുപേരും പാടുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ അത് പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനങ്ങനെ കൊണ്ട് എല്ലാ വികാരങ്ങൾക്കും അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, നമ്മുടെ പല വിഷമങ്ങളും മാറുന്നത് ഈ പാട്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കൊരു ശോകസ്ഥായിൽ ഇപ്പോൾ നമുക്ക് വിഷാദമൊക്കെ വരുമ്പോൾ നമ്മളൊരു പാടുന്ന പാട്ട് ഏതായിരിക്കും? പെട്ടെന്നൊരു മനസ്സിനൊക്കെ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ തരത്തിലുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ ഓടക്കുഴലായാലും നമുക്ക് എന്തായിരിക്കും വായിച്ച് കേൾപ്പിക്കാനായിട്ട് നമുക്ക് ഇഷ്ടം? പെട്ടെന്നൊരു വിഷമം വന്നു, അപ്പോൾ നമ്മൾ എല്ലാ ഭാവങ്ങളുള്ളതാണല്ലോ ഇപ്പോൾ ഗാനം എന്ന് പറയുമ്പോൾ, സംഗീതം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അപ്പൊ അത്തരത്തിലുള്ളൊരു പുല്ലാങ്കുഴൽ വാദനം ഏതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ശോകഗാനം എന്നൊക്കെ പറയുന്ന മാതിരി സന്ധ്യ തുടങ്ങിയുള്ള അങ്ങനെ പാട്ടുകളുടെ ഒരുപാട് ഏത് പാട്ടായിരിക്കും എന്ന് എനിക്കറിയില്ല. അങ്ങനെ വിഷമം വരുമ്പോൾ പാടുന്ന പാട്ട് ഏതാന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു വികാരം, അങ്ങനത്തെ ഒരു വികാരമുള്ള വിഷമത്തിന്റെ ഒരു അല്ലെങ്കിൽ ശോകസ്ഥായിലുള്ള അങ്ങനത്തെ ഒരു പാട്ടുകളൊന്നും ചെയ്യാറില്ല അല്ലേ? വിഷമം ഉണ്ടാവാറില്ല? അല്ല, അങ്ങനെയല്ല. വിഷമം തന്നെ ഒരു ഇപ്പൊ ഒരു ആകാശമായോളെ എന്നിട്ടൊരു പുതിയൊരു സംഭവം ഉണ്ട്. ശരിയാണ്, ജോസഫിൽ അല്ലേ? ഓക്കെ ഓക്കെ. അടിപൊളി. തീർച്ചയായിട്ടും ആ വികാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഗാനം തന്നെയാണത്. പുതിയ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് തരം കാലഘട്ടമാണ് താങ്കൾക്ക് പാട്ടിനെ തിരഞ്ഞെടുക്കാൻ തോന്നാറ്? കൂടുതൽ പാട്ടുകളും പഴയ പാട്ടുകളാണ് ഈ പുല്ലാങ്കുഴൽ കൂടെ വായിക്കാനായിട്ട് ഇഷ്ടം തോന്നി. രാഗബന്ധിതൊക്കെയാണല്ലേ ശരിക്കും? അപ്പോൾ പഴയ പാട്ടുകളാകുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ എന്താ പറയാ, ഒരു പ്രത്യേക ഒരു സുഖം തോന്നാറുണ്ട്. പുതിയ ഗാനങ്ങൾ അത്തരത്തിൽ വരുന്നില്ലെന്നാണോ? പലതും വരുന്നുണ്ട്. ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ചില തമിഴ് പാട്ടുകളൊക്കെ, ഉന്നാലെ, ജീവാംശമായി, അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ. ഒരു പാട്ട് പാടിയില്ലെങ്കിൽ പാടാൻ പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിന്റെ ഒരു പാട്ട് ഏതായിരിക്കും പാടാൻ പറ്റുന്നത്? ഒരു തമിഴ് പാട്ട് വേണമെങ്കിൽ അത് പാടി. ആയിക്കോട്ടെ. രമേഷ്, അപ്പോൾ എങ്ങനെയാണ് ഈ പുല്ലാങ്കുഴലിലേക്ക് ആകൃഷ്ടനാകുന്നത്? എങ്ങനെയാണ്? പുല്ലാങ്കുഴൽ വായിക്കാനായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ കുറേശ്ശെ അറിയാം. പക്ഷെ അത് ആധികാരികമായിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ വായിച്ച് ഗുരുക്കന്മാരെ കിട്ടിയിരുന്നില്ലാണ് അതിൻ്റെ വാസ്തവം. നമുക്ക് അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ നമുക്ക് സമയമില്ലായ്മയും ഗുരുക്കന്മാരെ കിട്ടാനുള്ള പ്രശ്നങ്ങളും കാരണം നമുക്ക് ഒരു 10-25 വയസ്സ് വരെ എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മുരളി നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിന്നസ് റെക്കോർഡറുടെ ഒരു പരിപാടി കാണാനായിട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിച്ചു, എനിക്കിങ്ങനെ പുല്ലാങ്കുഴൽ പഠിക്കണം എന്ന് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ഫീസൊന്നും വാങ്ങിക്കാതെ എന്നെ അദ്ദേഹം ഇഷ്ടങ്ങളാണ് അടുപ്പിച്ചത് അല്ലേ? എന്നെ അത് പഠിപ്പിച്ച് എന്നോട് കൊണ്ട് നിനക്ക് പാട്ട് പാടാൻ അറിയാം, അത്യാവശ്യം പുല്ലാങ്കുഴൽ വായിക്കാൻ അറിയാം, ഈ പാട്ട് പുല്ലാങ്കുഴൽ കൂടെ വായിച്ചാൽ മതി, അതന്നെ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ്. പിന്നെ എനിക്ക് ആ പ്രചോദനം എനിക്ക് പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം സ്റ്റേജുകളിലൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ ഇപ്പോൾ വായിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു പുല്ലാങ്കുഴൽ മാത്രമായിട്ടാണോ ശരിക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യാറ്? എങ്ങനെയാണ് അത്? ഇൻസ്ട്രുമെന്റ് ബാക്കിൽ ഏതായിരിക്കും ഉപയോഗിക്കുക?
പുല്ലാങ്കുഴൽ മാത്രമായിട്ടല്ല, അതിന്റെ കൂടെ റിതംബേഡ്, കീബോർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ആണല്ലേ ശരിക്കും പറഞ്ഞ കല്യാണ വീടുകളിലാണ് കൂടുതലും പരിപാടികൾ. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ നമുക്ക് അനുയോജ്യനായിട്ടുള്ള സുഹൃത്ത്, ഇപ്പൊ കീബോർഡിൽ ഇന്നൊരാള്, പാഡിൽ, അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ആയിട്ടൊക്കെയാണോ പോകുന്നത്? കീബോർഡിൽ സ്ഥിരമായിട്ടെന്ന് പറയാനായിട്ട് നമ്മുടെ പെരിഞ്ഞാനത്തൊരു അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയിട്ട് സുഹൃത്തുണ്ട്. ആ സുഹൃത്താണ് കീബോർഡ് വായിക്കുന്ന സമയത്തൊക്കെ വരാറുള്ളത്. പിന്നെ വേറെ 1-2 പേരുണ്ട്. ഞാൻ സാധാരണ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് വിളിക്കുന്ന പ്രോഗ്രാമുകൾക്കാണ് കൂടുതൽ പോണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുകളാണ് കീബോർഡും മറ്റുള്ള റിതംബേർഡും കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ അവര് ആരായാലും നമുക്ക് ചെയ്യാം അല്ലേ? അപ്പൊ ആര് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അതൊന്നുമില്ല. അപ്പൊ ഈ നമ്മളിപ്പോ ഈ പാട്ട് പാടുന്നത് എന്താ പറയാ, നമ്മുടെ ശ്വാസം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ശബ്ദത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊക്കെയുള്ള ഒരു ഭയം അല്ലേ? പുല്ലാങ്കുഴലാകുമ്പോൾ അങ്ങനത്തെ ഒരു ഭയം ഇല്ല അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ദൈവികമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് ക്വാളിറ്റി ഇതിന് വേണമല്ലോ. വേണം ശരിക്കും നല്ല ശ്വാസഗതിയുടെ ഒരു സംഭവമൊക്കെ വേണം. കുറച്ചു നേരം പുല്ലാങ്കുഴൽ വായിച്ചാൽ നമുക്ക് പാട്ട് പാടാൻ ബുദ്ധിമുട്ടാ. അതെ. അപ്പോ നമുക്കിപ്പോ ഒരു പാട്ട് പാടിയാലോ? ഒരു പാട്ട് പാടിയോ? ഏത് പാട്ടായിരിക്കും നമുക്ക് പാടാൻ കഴിയാ? മമ്മൂട്ടിയുടെ പടത്തില് വികാര നൗകയുമായി. അമരത്തിലത്തെ പാട്ട്. അമരത്തിലത്തെ വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? മനോഹരമായിട്ടുള്ള പാട്ട്. സത്യമായിട്ടും പാട്ട് പഠിച്ചിട്ടില്ലെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. കേട്ടിരുന്ന് കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് രമേഷ് പാടുന്നു. ക്ലാസിക്കലായിട്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ട്. കുറച്ച് പഠിച്ചിട്ടുണ്ട്. മുഴുവൻ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണം പാട്ട് കുറേശ്ശെ പല ഗുരുക്കന്മാരെ അടുത്തുനിന്നായിട്ട് കുറേശ്ശെ പഠിച്ചിട്ടുണ്ട്. വയലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗുരു ആരായിരുന്നു? നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിച്ച ചന്ദ്രമതി ടീച്ചറാണ്. ചന്ദ്രമതി ടീച്ചർ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, നടുൽക്കര ഭാഗത്താണ് താമസിക്കുന്നത്. പിന്നെ രവീന്ദ്രൻ മാഷ് ഒരു CSM സ്കൂളിലൊക്കെ പഠിപ്പിച്ചുള്ള ഒരു മാഷുണ്ട്. സർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രവീന്ദ്രൻ മാഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ 1-2 പേര് അങ്ങനെ. അത് ശാസ്ത്രീയ സംഗീതം ആണ് കൂടുതൽ, ഹിന്ദുസ്ഥാനിയല്ല. അപ്പൊ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് ഇടയിലുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ പാടുന്നു തോന്നിയിട്ടുണ്ട് ഒരു സ്വരസ്ഥാനങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ? പിന്നെ സ്വരസ്ഥാനങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ നല്ല സംഗീതമേ, പിന്നെ ഇത് പ്രമദവനം, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പാട്ടുകൾ നമുക്കൊന്ന് പാടാം. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്നാലും സ്വപ്നങ്ങളുണ്ടോ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു മ്യൂസിക് ആൽബം ചെയ്യണം, അത് വലിയൊരു സിനിമയിലൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് പാടണം, നമ്മളെ അംഗീകരിക്കണം, ആൾക്കാരെ അംഗീകരിക്കണം, നമ്മളെ അന്വേഷിക്കണം, നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഭ താങ്കൾക്കുണ്ട്. എനിക്കല്ലാതെ വലിയൊരാളാവണം അങ്ങനെ ആഗ്രഹം. നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം ഒരു അവസ്ഥ. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് ആരെയും അടുത്തേക്ക് ചെല്ലാതെ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം. ഒരു പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് താങ്കൾ. ഈ കലയിൽ അങ്ങനെയുണ്ട്, നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചെന്നാൽ ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഇതൊക്കെ ഭാഗ്യവും പിന്നെ അതിൽ കുറെ അനുകൂലിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. താങ്കൾക്ക് പ്രതിഭയുണ്ട്, കഴിവുകളുണ്ട്. എന്തായാലും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു സെമി ക്ലാസിക്കൽ ഒരു പാട്ടങ്ങൾ ഏതാണ് പാടാൻ കഴിയുക എന്ന് വെച്ചാൽ അത് പാടാം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി,
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.